Good morning, students. In last class, we have discussed the topic method of expressing equations into matrix form. Today, we are going to discuss the topic method of solving equations using matrices. Students, നമ്മൾ ഇന്ന് നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് തന്നാൽ അവയെ എങ്ങനെ മാട്രിക്സ് യൂസ് ചെയ്ത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇക്വേഷൻസ് തന്നാൽ അതിനെ മാട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിനൊരു ജനറൽ ഫോം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, എ എക്സ് ഈക്വൽസ് ബി. സോ നമുക്ക് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എ എക്സ് ഈക്വൽസ് ബി. ഇതിൽ എ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് മാട്രിക്സ്, എക്സ് എന്ന് പറയുന്നത് വാരിയബിൾ മാട്രിക്സ് ആൻഡ് ബി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് മാട്രിക്സ് അല്ലേ. ഇനി ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് നമ്മളോട് പറയാം. നമ്മളോട് പറയുന്ന ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും, നമുക്ക് കുറച്ച് ഇക്വേഷൻസ് തന്നിട്ട് സോൾവ് യൂസിങ് മാട്രിസസ് എന്നായിരിക്കും പറയാം. മാട്രിക്സ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാനാണ് നമ്മളോട് പറയാം. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ആ ഇക്വേഷൻസിനെ മാട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. മാട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അതിനെ നമ്മൾ എ എക്സ് ഈക്വൽസ് ബി എന്ന് ജനറലി റെപ്രസെൻറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, എന്തൊരു കാര്യമാണെങ്കിലും സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ അൺനോൺ ആയിട്ടുള്ളത് എന്താണോ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നാണ് മീനിങ്. ഇപ്പോൾ ഒരു ഇക്വേഷൻ്റെ കേസിൽ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, അൺനോൺ എന്താണോ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു ഇക്വേഷനിൽ അൺനോൺ എന്ന് പറയുന്നത് ഏതാണ്, വാരിയബിൾസ് ആണ്. സോ വാരിയബിൾസിൻ്റെ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് മീനിങ്. വാരിയബിൾസ് എന്ന് പറയുമ്പം എക്സും വൈയും ആകാം, എക്സ് വൈ സെഡ് ആകാം അല്ലേ. നമ്മളിവിടെ ജനറലി ഒരു ഓർഡർ 3 വരുന്ന കേസിലാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഈ കേസിൽ എ എക്സ് ഈക്വൽസ് ബി എന്നുള്ള ഫോമിൽ നമ്മൾ കൺവേർട്ട് ചെയ്തു. സോ എ എന്ന് പറയുന്നത് എന്താണ്, കോഎഫിഷ്യന്റ് മാട്രിക്സ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്, വാരിയബിൾ അല്ലേ. വാരിയബിൾസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ, എക്സ് വൈ സെഡ്. ഇവയെ മൂന്നിനെയും കൂടിയാണ് നമ്മൾ എക്സ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ബി എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റന്റ് മാട്രിക്സ് ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ഈക്വൽ സൈനിന്റെ മീനിങ് എന്താണ്, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആണ് എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഈക്വൽ സൈൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അൺനോൺ ആയിട്ടുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ കേസിൽ മീനിങ് എന്താണ്, എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നല്ലേ. എ ഏതാ നമുക്കറിയാം, കോഎഫിഷ്യന്റ് മാട്രിക്സ് ആണ്. ബിയിലും നമുക്ക് വാല്യൂസ് ഉണ്ടായിരിക്കും, കോൺസ്റ്റന്റ് മാട്രിക്സ് ആണ്. ദെൻ എക്സ് ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എക്സിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ വെച്ച് എനെ റൈറ്റിലോട്ടേക്ക് എടുക്കുക. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, എ ഇൻറ്റു എക്സ് അല്ലേ എ എക്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ റൈറ്റിലോട്ടേക്ക് പോകുമ്പോൾ എന്താകും, ഡിവിഷൻ ആകും. എപ്പോഴും ഓർക്കാം, പ്ലസ് ആണ് ഈക്വൽ സൈൻ്റെ റൈറ്റിലോട്ടേക്ക് പോകുന്നത് എങ്കിൽ അത് മൈനസ് ആകും. മൈനസ് ആണ് ഈക്വൽ സൈൻ്റെ റൈറ്റിലോട്ടേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് പ്ലസ് ആകും. ദെൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് ഈക്വൽ സൈൻ്റെ റൈറ്റിലോട്ടേക്ക് പോകുന്നതെന്നുണ്ടെങ്കിൽ അത് ഡിവിഷൻ ആകും. ഡിവിഷൻ ആണ് റൈറ്റിലോട്ടേക്ക് പോകുന്നത് എങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ആകും. അത് തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഇനി റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടേക്ക് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. സോ ഇവിടെ നമുക്ക് എക്സ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എക്സിനെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ വെച്ചു. ദെൻ എനെ റൈറ്റിലോട്ടേക്ക് എടുക്കുകയാണ്. എനെ റൈറ്റിലോട്ടേക്ക് എടുക്കുമ്പോൾ അത് എന്താകും, മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ റൈറ്റിലോട്ടേക്ക് പോകുമ്പോൾ എന്താകും, ഡിവിഷൻ ആകും. സോ എങ്ങനെയാ വരിക, ബി ബൈ എ എന്ന് വരും അല്ലെ. എക്സ് ഈക്വൽസ് ബി ബൈ എ. ഇതിനെ ഞാനൊന്ന് മാറ്റി എഴുതാണ്. അതായത് 1/a ഇൻറ്റു ബി, 1/a ഇൻറ്റു ബി എന്ന ഫോമിലേക്ക് എഴുതാണ്. ഇനി 1/a എന്ന് പറഞ്ഞാൽ എന്താ, എ ഇൻവേഴ്സ് അല്ലേ. 1/x എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ഇൻവേഴ്സ് ആണ്. സോ 1/a എന്ന് പറഞ്ഞാൽ എന്താണ്, എ ഇൻവേഴ്സ് ആണ്. നമുക്കിവിടെ ഈ 1/a എന്നുള്ളിടത്ത് എ ഇൻവേഴ്സ് എന്ന് റീപ്ലേസ് ചെയ്യാം. A inverse into B. X equals A inverse into B. So, നമുക്ക് ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, X equals A inverse into B എന്ന ഫോമിലാണ് നമ്മൾ സോൾവ് ചെയ്യുക. ഇനി നോക്കുക, അപ്പം എക്സിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക, ആദ്യം A inverse ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനുശേഷം ആ കിട്ടുന്ന A inverseനെ മാട്രിക്സ് ബിയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമുക്ക് അറിയുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ എ ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്, എ ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല എന്തായിരുന്നു, എ ഇൻവേഴ്സ് ഈക്വൽസ് 1/determinant A into
adjoint A. സോ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, മാട്രിക്സ് നമ്മൾ ഇക്വേഷൻസിനെ മാട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം AX=B എന്ന ഫോമിലേക്ക് മാറ്റുക. ദെൻ X=A ഇൻവേഴ്സ് B. ഇതാണ് നമുക്ക് വരുന്ന ഫോർമുല. സോ ആദ്യം നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യണം? ഇതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? A ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. A ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഏതാണ്? 1/det A ഇൻറ്റു adjoint A. സോ നമ്മൾ ഡിറ്റർമിനൻറ്റ് A കാണുക, ദെൻ adjoint A കാണുക. adjoint A കാണാൻ നമ്മൾ ആദ്യം എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക? കോഫാക്ടേഴ്സ് എല്ലാം തന്നെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക. ദെൻ കോഫാക്ടർ മാട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ അത് adjoint ആയി. ദെൻ adjoint കണ്ടു കഴിഞ്ഞാൽ നമ്മൾ A ഇൻവേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും അല്ലേ? 1/det A ഇൻറ്റു adjoint A കാണുക. ദെൻ നമുക്ക് A ഇൻവേഴ്സ് കിട്ടും. ആ കിട്ടുന്ന A ഇൻവേഴ്സ് എന്ന മാട്രിക്സിനെ മാട്രിക്സ് B യുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഏത് മാട്രിക്സ് കിട്ടും? X മാട്രിക്സ് കിട്ടും. ആ X മാട്രിക്സിൽ വരുന്ന വാല്യൂസ് ആയിരിക്കും X, Y, Z എന്ന വാരിയബിൾസിൻ്റെ വാല്യൂസ്. സപ്പോസ് നമുക്ക് എങ്ങനെയായാലും സോൾവ് ചെയ്താൽ ആൻസർ വരിക, നമുക്കറിയാം X എന്ന് പറഞ്ഞാൽ മാട്രിക്സ് XYZ ആണ്, വിച്ച് ഈസ് ഈക്വൽസ്, എന്നൊരു എക്സാമ്പിൾ പറയുകയാണെ 2, 4, 6. നമുക്ക് സോൾവ് ചെയ്തപ്പോൾ ഇത് X=A ഇൻവേഴ്സ് B ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയത് 2, 4, 6 ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താ? X=2, Y=4, Z=6. സ്റ്റുഡൻസ്, നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് കംപ്ലീറ്റ്ലി ദ ഫോളോയിങ് ഇക്വേഷൻസ്. 2x minus 3y equals 3 and 4x minus y equals 11 using matrices. ഈ കേസിൽ രണ്ട് വാരിയബിൾസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്, എക്സും വൈയും. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇക്വേഷനിലെ ഇക്വേഷൻസിലെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് നോക്കാം എങ്ങനെയാണ് വരുന്നതെന്ന്. Students, here we have to solve these two equations using matrices. So first we have to convert these equations into matrix form. Matrix formiലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഫസ്റ്റ് ഇക്വേഷൻ നോക്കുക. 2x minus 3y equals 3. അതിൽ ഫസ്റ്റ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 2. വൈയുടെ കോഎഫിഷ്യൻ്റ് -3. ദെൻ സെക്കൻഡ് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 4. വൈയുടെ കോഎഫിഷ്യൻ്റ് എന്താ വരിക? -1. എപ്പോഴും ഓർക്കുക, ഇവിടെ കോഎഫിഷ്യൻ്റ് ഇല്ല, സപ്പോസ് ഒരു വാല്യൂസും ഇല്ല, വാരിയബിൾ മാത്രമാണ് തന്നിട്ടുള്ളതെങ്കിൽ ആ കേസിൽ അവിടെ വാല്യൂ വരുന്നത് 1 ആണ്. കോഎഫിഷ്യൻ്റെ വാല്യൂ വരുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ സപ്പോസ് നമുക്ക് 3 ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് 2 ഇക്വേഷനിൽ XYZ വാല്യൂസ് തന്നിട്ടുണ്ട്, അതായത് കോഎഫിഷ്യൻസ് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഇക്വേഷനിൽ 2x + Z = 8 അങ്ങനെയാണ് തന്നതെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മീൻ ചെയ്യേണ്ടത്? 2x + Z = 8 ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മീൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2x അത് ഓക്കെ, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 2 ആണ്. വൈ അവിടെ തന്നിട്ടില്ല. അതിന് മുകളിലുള്ള രണ്ട് ഇക്വേഷനിലും വൈ വാല്യൂസ് ഉണ്ട്. ഈ കേസിൽ വൈ വാല്യൂ ഇല്ല എങ്കിൽ വൈയുടെ കോഎഫിഷ്യൻ്റ് 0 എന്നാണ് മീൻ ചെയ്യേണ്ടത്. എന്നിട്ട് മാട്രിക്സിൽ നമ്മൾ കൊടുക്കേണ്ടത് 0 എന്നാണ്. ദെൻ Z 2x + Z equals എന്ന് പറഞ്ഞിട്ടാണല്ലോ നമുക്ക് തന്നത്. സോ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 2 വരും, വൈയുടേത് എത്രയാണ് നമ്മൾ എടുക്കേണ്ടത്? 0. സെഡിൻ്റെത് എന്തായിരിക്കും? 1 ആയിരിക്കും. ദെൻ നെക്സ്റ്റ് variable matrix X, Y equals 3, 11. ഇനി ഇത് നമുക്ക് സോൾവ് ചെയ്യണം. ഇത് സോൾവ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇതിനെ AX equals B എന്ന ഫോമിൽ എഴുതി. AX equals B എന്ന ഫോമിലാണ് അല്ലേ? Let A be the coefficient matrix and X be the variable matrix and B be the constant matrix. Then എങ്ങനെ വരും? ഇവിടെ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ എന്നല്ലേ? ഇവിടെ അൺനോൺ ആയിട്ടുള്ളത് XY അല്ലേ? ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നാണല്ലോ മീനിങ്. എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? X equals എങ്ങനെ കാണാം? A inverse into B. Then നമ്മൾ A inverse കാണാം. A inverse കാണണമെങ്കിൽ ആദ്യം എന്ത് കാണണം? ഡിറ്റർമിനൻറ്റ് A കാണണം. നമുക്ക് ആദ്യം A ഇൻവേഴ്സ് ആണ് കാണേണ്ടത്. A ഇൻവേഴ്സ് കാണാൻ ഞാൻ മാട്രിക്സ് A എടുത്തു. അപ്പോൾ A ഇൻവേഴ്സ് കാണണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കാണണം? A ഇൻവേഴ്സിൻ്റെ ഫോർമുല എന്ന് എഴുതി വയ്ക്കുക. A ഇൻവേഴ്സ് ഈക്വൽസ് 1/det A into adj A. So
ഡിറ്റർമിനന്റ് എ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഡിറ്റർമിനന്റ് എ ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായിരിക്കും വരിക? 2 ഇൻറ്റു -1 -2 മൈനസ് എ ഡി മൈനസ് ബി സി എന്ന ഫോമിലാണ് അല്ലേ? സോ 2 ഇൻറ്റു -1 -2 മൈനസ് 4 ഇൻറ്റു -3 -12 ദാറ്റ് ഈസ് ഈക്വൽസ് -2 മൈനസും മൈനസും എന്താകും? പ്ലസ് ആകും. പ്ലസ് 12 ഈക്വൽസ് എത്ര വരിക? -2 പ്ലസ് 12. ഇവിടെ ഹയസ്റ്റ് വാല്യൂ 12 ആണ്. സോ ഹയസ്റ്റ് വാല്യൂ ആയ 12ൽ നിന്ന് 2 മൈനസ് ചെയ്യുക, 12ന്റെ സൈൻ കൊടുക്കുക. ദാറ്റ് ഈസ് 10. Therefore, determinant A equals 10. ഇനി നമ്മൾ എന്താ കാണേണ്ടത്? adjoint A കാണണം. adjoint A കാണണമെങ്കിൽ ആദ്യം എന്ത് കാണണം? കോഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണം. സോ നമുക്ക് ഓരോ എലമെന്റ്സിന്റെയും കോഫാക്ടേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇവിടെ 4 എലമെന്റ്സ് ആണ് വരുന്നത്. ആദ്യം കോഫാക്ടേഴ്സ് കാണാൻ ഫസ്റ്റ് എലമെന്റ് 2 ആണ്. 2യുടെ പൊസിഷൻ വരുന്നത് 1 1 ആണ്. സോ കോഫാക്ടർ വരിക ആൽഫ 1 1. ആൽഫ 1 1 ഈക്വൽസ് -1 raised to 1 1 ആയതുകൊണ്ട് 1 plus 1 1 plus 1 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 2യുടെ മൈനർ ഏതാ? 2 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയിലെയും കോളത്തിലെയും എലമെന്റ്സ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -1 ദാറ്റ് ഈസ് ഈക്വൽസ് -1 raised to 2 എത്രയാ വരിക? 1 1 ഇൻറ്റു -1 -1. Then alpha 1 2 first row second column -1 raised to 1 2 ആയതുകൊണ്ട് പവർ എത്രയാ വരിക? 1 plus 2 that is 3. ഏത് എലമെന്റ്? -3 ആണ്. -3യുടെ മൈനർ എന്ന് പറയുമ്പോൾ 4. -1 raised to 3 എന്ന് പറയുമ്പോൾ എത്രയാ വരിക? -1 ആണ് അല്ലേ? -1 into 4 -4. Then alpha 2 1 ആൽഫ 2 1 എന്ന് പറയുമ്പോൾ 4 ആണ്. -1 raised to 2 1 ആയതുകൊണ്ട് 2 plus 1 2 plus 1 എന്ന് പറയുമ്പോൾ 3. ഇനി 4ന്റെ മൈനർ ഏതാണ്? -3. -1 raised to 3 -1 -1 into -3 3. Then alpha 2 2 ആൽഫ 2 2 എന്ന് പറയുമ്പോൾ -1ന്റെ കോഫാക്ടർ ആണ് കാണേണ്ടത്. -1 raised to 2 2 ആയതുകൊണ്ട് 2 plus 2 2 plus 2 എന്ന് പറയുമ്പോൾ 4 വരും. ഇനി -1ന്റെ മൈനർ ഏതാ വരുന്നത്? 2. -1 raised to 4 എന്ന് പറയുമ്പോൾ 1 1 into 2 2. So the cofactors are -1 -4 3 2. Students, here we have got determinant A equals 10 and cofactors -1 -4 3 2. ഇനി നമുക്ക് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാം? adjoint A ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ ഇനി നമുക്ക് കോഫാക്ടർ മാട്രിക്സ് ഫോം ചെയ്യാം. അതായത് A alpha equals -1 -4 3 2. Then കോഫാക്ടർ മാട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ adjoint കാണാലോ. adjoint equals adj A equals കോഫാക്ടർ മാട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് adjoint A. സോ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ റോ കോളം ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുക. ഫസ്റ്റ് റോ ബിക്കംസ് ഫസ്റ്റ് കോളം -1 -4. സെക്കൻഡ് റോ ബിക്കംസ് സെക്കൻഡ് കോളം 3 2. സ്റ്റുഡൻസ്, നമുക്ക് adjoint എയും കിട്ടി, ഡിറ്റർമിനന്റ് എയും കിട്ടി. ഇനി എന്ത് കാണാം? A inverse കാണാം. A inverse equals 1 by determinant A into adjoint A. -1 3 -4 2. സ്റ്റുഡൻസ്, ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ ഇങ്ങനത്തെ കേസിൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കേസിൽ A ഇൻവേഴ്സ് കാണുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കേട്ടോ. ഡിറ്റർമിനൻറ്റും നമ്മൾ അതുപോലെ ഈ മാട്രിക്സും തമ്മിൽ, adjoint മാട്രിക്സും തമ്മിൽ ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്യേണ്ട, ഇങ്ങനെ തന്നെ വെക്കുക. ദെൻ ഫൈനലി നമ്മൾ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഈ രണ്ട് മാട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യും. അതായത് ഇവിടെ എക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരിക? എക്സ് ഈക്വൽസ് 1/10 ഇൻറ്റു -1 3 -4 2 ഇൻറ്റു മാട്രിക്സ് ബി വരണം അല്ലേ? എക്സ് ഈക്വൽസ്
എ ഇൻവേഴ്സ് ഇൻറ്റു ബി അല്ലേ? സോ എ ഇൻവേഴ്സ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ബി മാട്രിക്സ് ബി എന്ന് പറയുന്നത് ഏതാ? 3 11. ആദ്യം ഇങ്ങനെ നമ്മൾ എഴുതുക. ഇങ്ങനെ എഴുതിയതിനു ശേഷം ഈ രണ്ട് മാട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് മാട്രിക്സ് ഇല്ലേ, അതിനോട് കൂടിയിട്ട് ഈ 1/10 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത കേസിൽ, ഇപ്പം ഇവിടെ 1/10 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഡിജിറ്റ്സിലേക്കാണ് വരിക അല്ലെ, പോയിന്റ് സംതിങ് ഒക്കെയാണ് വരിക. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ ആദ്യം തന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യരുത്. എന്ത് ചെയ്യാം? ആദ്യം ഈ രണ്ട് മാട്രിക്സിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് 1/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അല്ലാതെ ഫസ്റ്റിലെ 1/10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്. സപ്പോസ് ഈ കേസിൽ ഇവിടെ ഇങ്ങനെയാണ് വന്നതെന്ന് കരുതാം. -10, 30, -40, 20 ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 10 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഡയറക്റ്റ്ലി മൾട്ടിപ്ലൈ ചെയ്തോളൂ. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് വരിക എന്നുള്ളത്. സോ x ഈക്വൽസ് 1/10 ഇൻറ്റു മാട്രിക്സ് -1 3 -4 2 ഇൻറ്റു മാട്രിക്സ് 3 11. 1/10 നമ്മൾ അങ്ങനെ തന്നെ വെക്കുക, താഴത്തേക്ക് എടുത്ത് എഴുതുക. 1/10 ദെൻ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. -1 ഇൻറ്റു 3 -3 പ്ലസ് 3 ഇൻറ്റു 11 33. ദെൻ നെക്സ്റ്റ് ചെയ്തോ സെക്കൻഡ് റോ അല്ലേ, ഇനി ഒരു കോളം ഇല്ലാത്തത് കൊണ്ട് അത്രേ വരത്തുള്ളൂ. ദെൻ -4 ഇൻറ്റു 3 -12 പ്ലസ് 2 ഇൻറ്റു 11 22. That is equals 1/10 into -3 plus 33. എത്രയാണ് വരിക? ഇവിടെ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 33 ആണ്. 33ന്ന് 3 മൈനസ് ചെയ്താൽ 30. എന്നിട്ട് 33യുടെ സൈൻ പോസിറ്റീവ്. ദെൻ -12 പ്ലസ് 22. ഇവിടെ ഹയസ്റ്റ് വാല്യൂ ഏതാണ്? 22 ആണ് അല്ലേ? 22ന്ന് 12 മൈനസ് ചെയ്താൽ എത്രയാണ് വരിക? 10. സൈൻ ഏതാണ്? പോസിറ്റീവ്. സോ ഇനി നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/10 ഇൻറ്റു 30 എത്രയാണ് വരിക? 30/10 then 10/10. That is equals 30/10 3, 10/10 1. That is x equals 3 1. നമുക്കൊന്ന് എടുത്ത് എഴുതാം. x equals എന്തായിരുന്നു? xy അല്ലേ? That is equals 3 1. Therefore x equals 3, y equals 1. Students, here I am giving you a question. All of you must solve this question and WhatsApp the answers personally. Okay? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി കോൺടാക്റ്റ് ചെയ്യാം. ദെൻ ഇതിൻ്റെ ആൻസർ ഞാൻ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ്. Question is, solve the following simultaneous equations by using matrix x plus 2y equals 4 and 3x minus 5y equals 1. ഈ കേസിലും രണ്ട് വേരിയബിൾസ് ആണ്, എക്സും വൈയും. സോ സോൾവ് ചെയ്യാന്ന് പറയുമ്പം എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ students, that's all for today. See you in next class. Thank you for listening me. Have a nice day. Bye.